ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച വ്യക്തിയാണ് പരിശുദ്ധ മാതാവ്. ദൈവപുത്രന്റെ അമ്മയാകാനുള്ള അനുഗ്രഹം. എന്നിട്ടും തൻ്റെ ജീവിതം വളരെ എളിമയോടെ താഴ്മയോടെ ജീവിച്ചു. എലിസബത്തിനെ മാതാവ് സന്ദർശിച്ചപ്പോൾ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. ഒരു വലിയ നദി ഒഴുകുമ്പോൾ അതിൻ്റെ വഴിയിലൂടെ വരുന്ന എല്ലാറ്റിനെയും സ്വീകരിച്ച് ഒഴുകുന്നത് പോലെയാണ് പരിശുദ്ധ അമ്മയുടെ വിനയം. എത്ര വലിയ അനുഗ്രഹം ലഭിച്ചാലും തന്നെ തന്നെ ഉയർത്താതെ താഴ്മയിൽ ജീവിച്ച ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടേത്. എളിമയുള്ള വിനയമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.